എടാ പോയ കാര്യം എന്തായി? അതെന്തു പറ്റി? എക്സ്പീരിയൻസ്. ആ, നീ എന്താ പറഞ്ഞേ? സി വിക്ക് സ്പെഷ്യൽ മെൻഷനിങ് അല്ലേ? ആ, ഞാൻ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത്. അതെല്ലാവർക്കും ചെന്നിട്ടുണ്ട്. അതവരുടെ മെയിലിൽ ഇൻബിൽട്ടാ. കുറേ എം ടെക്കാരുണ്ടായിരുന്നു, അവർക്കൊന്നും കിട്ടിയില്ല. അന്നേരമാണ് ബി ടെക് മാത്രമുള്ള ഞാൻ. ക്യാഷ് കൊടുത്താൽ ജോലി കിട്ടും. ക്വാളിഫിക്കേഷൻ കൂടുന്തോറും കൊടുക്കേണ്ട ക്യാഷ് കുറയും. ക്വാളിഫിക്കേഷൻ കുറയുന്തോറും കൊടുക്കേണ്ട ക്യാഷ് കൂടും. ക്വാളിഫിക്കേഷൻ ഉള്ളവന് എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പീരിയൻസ് ഉള്ളവന് ക്വാളിഫിക്കേഷൻ ഇല്ല. എനിക്ക് ഇത് രണ്ടുമില്ല. എടാ പോട്ടെ, വിട്ടാളാ. ഇതെപ്പോൾ കഴിയും? ഒന്ന് പുറത്തു വരുന്നു. മൊത്തത്തിലൊരു മടുപ്പ്. എടാ ഒരു 47 മിനിറ്റ്, എന്നിട്ട് നമുക്ക് പുറത്തു പോവാം. ഉം. എടാ നീ ഒരു ഹെൽപ്പ് ചെയ്യോ? ഇല്ല. എടാ ഉച്ച മുതലിരിക്കുന്നതാ, കഴുത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര വേദന. നീ സ്ക്രീനൊന്ന് ഓഫ് ആവാതെ നോക്കിയാൽ മതി. അപ്പോൾ ട്രീറ്റ്? അതല്ലെങ്കിലും ഞാനല്ലേ. ഇതിൻ്റെ കാര്യം ഞാനിട്ടു. പൊക്കോ. യു ആർ സോ സ്വീറ്റ്. എടാ മീറ്റിംഗ് കഴിഞ്ഞായിരുന്നോ? മീറ്റിംഗ്? ഈശ്വര. എടാ നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? എടി, ഞാൻ ഓർത്തില്ല. ഓർക്കില്ല? നിന്റെ കാര്യമായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യോ? ഇതെനിക്ക് എത്ര പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരുന്നെന്നറിയോ? സാലറി ഹൈക്ക്, പ്രമോഷൻ എല്ലാം കൊണ്ട് നശിപ്പിച്ചില്ലേ? എടി സോറി. കഴിഞ്ഞല്ലോ. ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാ നിന്റെ ഭാഗം ക്ലിയർ ആയില്ലേ? നിന്റെ ഈ സ്വഭാവം കാരണം തകരുന്ന എന്റെയും കൂടെ ജീവിതം, അത് നീ ഓർത്തോ? എടി, ഇത് ഞാൻ ശരിയാക്കി തരാം. ഇത് ചെറിയ സംഭവമാണ്. അറിയാത്ത കാര്യത്തെ പറ്റി സംസാരിക്കാൻ നിൽക്കരുത്. ഇത് ഓൺ ചെയ്ത് സിനിമ കാണാനല്ലാണ്ട് എന്റെ ജോലി എന്താണെങ്കിലും നിനക്കറിയോ? അമ്മു, എല്ലാ തവണത്തെയും പോലെ കുറെ യൂസ്ലെസ് എക്സ്പ്ലനേഷൻ തരാനാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. എനിക്ക് എന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും മോശം തീരുമാനമാണോ നിന്നെ കല്യാണം കഴിച്ചതെന്ന് പോലും തോന്നുന്നു. അല്ല അതേക്കോ? നീ പെണ്ണിട്ടുള്ളോ? ഇല്ല, കുറച്ചു നേരമായി. അളിയന്തി അകത്തുണ്ട്. അല്ല, നിങ്ങളെന്തോ ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട്? അത് ശരി. ബർത്ത്ഡേക്ക് സർപ്രൈസ് തരാൻ വരുന്നത് ആരെങ്കിലും കത്തയച്ചിട്ടാണോ? കൊള്ളാലോ. എവിടെ നമ്മുടെ ബർത്ത്ഡേ പോയി? അവൻ അകത്തുണ്ട്. അളിയനെ വിളിക്ക്. ഹാ, നിങ്ങളെപ്പറ്റി? ഡേ പറ്റിയോളടാ. ഹാ, ദേഹണക്കാരൻ രാവിലെ തന്നെ തുടങ്ങിയെന്നോ? ഏയ്, ഞാൻ വെറുതെ അകത്ത്. ഇന്ന് തന്നെ സ്പെഷ്യല്? എന്ത് സ്പെഷ്യല്? ഇവരൊക്കെ രാത്രി സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇന്നലത്തെ സെലിബ്രേഷൻ കുറച്ച് കൂടിപ്പോയി തോന്നുന്നു. ദൈവങ്ങളുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണ്ടല്ലോ. ഏയ്,
എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ? ആ വാ. എടുത്തോ. ആ ആയിക്കോട്ടെ. വാ. വാളയാ. നീ ഇതൊന്നും ഇത്ര വലിയ കാര്യമാക്കി എടുക്കണ്ട, പ്രത്യേകിച്ച് അവന്റെ കാര്യത്തില്. നീ ഇന്നലെ റൂമിൽ കയറി വാതിലടച്ചപ്പോൾക്കും അവനതെല്ലാം മറന്നിട്ടുണ്ടാകും. എനിക്കറിയാൻ പാടില്ല അവനെ. പക്ഷെ ഇത് എല്ലാ തവണത്തെയും പോലെ അല്ല. ഇത്തവണ എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അവന് നല്ല വിഷമമായിട്ടുണ്ടാവും. എവിടെന്ന്? അവനോ? ഇടി, അവൻ പണ്ട് മുതലിങ്ങനെ. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അവനോട് എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും അവനൊരിക്കലും അവരോട് ദേഷ്യമൊന്നും തോന്നാറില്ല. ഞാനും അമ്മയൊക്കെ തന്നെ അവൻ എന്തൊക്കെ പറയാറുണ്ട്. പിന്നെ മെച്ചൂരിറ്റി കുറവിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ആവുമ്പോൾ താനെ മാറിക്കോളും. എന്തുപറ്റി? ഇനി അതിന് നിനക്കെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് മതി അങ്ങനെ എന്തേലും? പെട്ടെന്ന് എന്തായാലും വേണ്ടെന്നാ. ഫിനാൻഷ്യലി ഒന്ന് സെറ്റിലാവാതെ കുട്ടികളായിക്കഴിഞ്ഞാൽ, അതുമല്ല പാരൻറ്റിങ് അത്ര എളുപ്പപ്പണിയല്ലല്ലോ. നിങ്ങൾ എന്തിനീ പേടിക്കുന്നേ? പേടിയല്ല, ഈ ഓട്ടോ ഒക്കെ ഒന്ന് മാറി ഒന്ന് സ്റ്റേബിൾ ആയിക്കോട്ടെ. ആരേ, 6 വർഷമായി ഞങ്ങളൊരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ കാണാത്ത ഡോക്ടർമാരില്ല, വിളിക്കാത്ത ദൈവങ്ങളുമില്ല. ഈ ജോലിത്തിരക്കും വീട്ടുകാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ആ വീട്ടിലിരിക്കുമ്പോൾ അത് തരുന്നൊരു വേദനയുണ്ട്. അത് വല്ലാത്തൊരവസ്ഥയാ. നല്ലൊരു ദിവസമായിട്ട് ഞാൻ വെറുതെ അല്ല, ചായ ഇട്ട് രണ്ടുപേരും മേളിലേക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. എന്തി? അപ്പം മുറി കയറി കഥ കടക്കണയാണ് പ്രശ്നം. അതെ. എന്നിട്ട് കുറ്റിയിടും. അതല്ല, അത് കഴിഞ്ഞിട്ട് അളിയനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചേ. ഞാൻ ഒരു കോഫിയോ ഒരു കേക്കോ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ വഴക്ക് മാറും. അടി ഉണ്ടാവണു, മുറി കയറി കഥ കടക്കണു, കോഫി ഉണ്ടാക്കി കൊടുക്കണു, വഴക്ക് മാറണം. അതെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താണെന്നറിയോ, അളിയൻ്റെ ഭാഗ്യമാണ് അവള്. ഇത് നേരെ മറിച്ച് അടയണ എൻ്റെ റൂമിൻ്റെ ഡോറാണെങ്കിൽ ഞാനൊന്ന് സോഫയിലാണ്, മെയിൻ ഡോറാണെങ്കിൽ സിറ്റ് ഔട്ടിലും. അല്ല, താഴെ നിന്ന് ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. അവർ നമ്മളെ കുറ്റം പറയായിരിക്കുമോ? എവിടുന്ന്? എൻ്റെ ഭാര്യയല്ലേ. അവൾ ലോക കാര്യത്തിൽ തുടങ്ങി കൊച്ചിൻ്റെ കാര്യത്തിലെത്തി കരഞ്ഞ് അവളെ കൂടി വിഷമിപ്പിച്ചാണ്ടാവും. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പോൾ ഒരു വിളി താഴേന്ന് വരും. ഏട്ടാ